തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴഞ്ചൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങിയ തൊഴിലാളിയെ രക്ഷിക്കാൻ സാധിക്കാത്തതിൽ വിങ്ങിപ്പൊട്ടി മേയർ ആര്യ രാജേന്ദ്രൻ. ജോയിയുടെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതിന് പുറകെയാണ് പാറശാല MLA CK ഹരീന്ദ്രനോട് സംസാരിക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ പൊട്ടിക്കരഞ്ഞത്. വൈകുമ്പോഴും നമുക്കൊരു പ്രതീക്ഷ നമ്മളെപ്പോഴും ഇന്നലെ രാത്രി പോലും നമ്മുടെ മനസ്സിനുള്ളിലുണ്ടെങ്കിലും നമുക്ക് മറ്റൊന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ്. ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടും ജീവൻ രക്ഷിക്കാനായില്ല എന്ന് പറഞ്ഞാണ് മേയർ കരഞ്ഞത്. ജോയിയെ ജീവനോടെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചിരുന്നുവെന്നാണ് മേയർ പറയുന്നത്. ഇതിന് സാധ്യമായതെല്ലാം നഗരസഭയുടെ ഭാഗത്തു നിന്ന് ചെയ്തുവെന്നും MLAയോട് മേയർ പറയുന്നുണ്ട്. നഗരസഭയുടെ അനാസ്ഥയാണ് ജോയിയുടെ മരണത്തിന് കാരണമെന്ന വിമർശനങ്ങൾക്കിടെയാണ് മേയർ വികാരാധീനയായത്. ഒപ്പമുണ്ടായിരുന്ന MLA മേയറെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. നിർധന കുടുംബമാണ് ജോയിയുടേത്. അദ്ദേഹത്തിന്റെ അമ്മയുടെ ജീവിതം സുരക്ഷിതമാക്കാൻ സഹായം വേണമെന്ന് പറഞ്ഞ MLA ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ആവശ്യപ്പെടുമെന്നും കൂട്ടിച്ചേർത്തു. ശനിയാഴ്ച കാണാതെയായ ജോയിയുടെ മൃതദേഹം ഇന്ന് രാവിലെ തകരപ്പറമ്പ് വഞ്ചൂർ ഭാഗത്തു നിന്ന് കണ്ടെത്തുകയായിരുന്നു. ജോയിയുടെ ദാരുണമായ മരണത്തിൽ അതീവ ദുഃഖവും അനുശോചനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ജോയിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് 3 മണിയോടുകൂടി നടക്കും. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ മൃതദേഹം വീട്ടിലെത്തിക്കും. ജോയിയുടെ പുരയിടത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ജോയിയുടെ മൃതദേഹം ബന്ധുവും ഒപ്പം ജോലി ചെയ്തിരുന്നവരും സ്ഥിരീകരിച്ചുവെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ അറിയിച്ചു.